ഷമ ആലപ്പുഴ പട്ടണക്കാട് സ്വദേശികളായ ജോൺസൺ, സുബിൻ ഇവർ രണ്ടുപേരും ഒരു വാഹനാപകടത്തിൽ മരിക്കുന്നു. സാധാരണ റോഡപകടം അങ്ങനെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അങ്ങനെയല്ല എന്ന് കോടതിയിൽ തെളിഞ്ഞു. ഒറ്റമശ്ശേരി കൊലപാതകം, ആലപ്പുഴ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. റോഡപകടം എന്ന് കരുതിയ ഒരു സാധാരണ വാഹനാപകടം എന്ന് കരുതിയ ഒരു സംഭവമാണ് അത്. പക്ഷേ പിന്നീട് കൊലപാതകം എന്ന് തെളിയുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. വലിയ വിവാദമായ കേസാണ്. കണിച്ചിക്കുളങ്ങര കൊലപാതകത്തിന് തുല്യമായി അതേ ജില്ലയിൽ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം വാഹനാപകടമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും പിന്നീട് അത് കൊലപാതകമാണെന്ന് തെളിയുകയും ചെയ്ത കേസാണ് ഈ പറയുന്ന ഒറ്റമശ്ശേരി വാഹന ഉപയോഗിച്ചുള്ള കൊലപാതകം. അന്ന് ഇത് സംഭവിക്കുന്നത് നവംബർ 13, 2015. അവിടെ അർത്തുങ്കലിന് സമീപം സെന്റ് പീറ്റേഴ്സ് ബസ് സ്റ്റോപ്പ് തീരദേശ റോഡാണ്. ഈ തീരദേശ റോഡിൽ വൈകുന്നേരമാണ് ഈ അപകടം അന്ന് സംഭവിക്കുന്നത്. അന്ന് ഒരു 220 പൾസർ ബൈക്ക് കടന്നു പോകുന്നു. ആ ബൈക്ക് ഓടിക്കുന്നത് ജോൺസന്റെ കറക്റ്റ് വീടെന്ന് പറയുന്നത് അന്ധകാരനഴി എന്ന് പറയും. അതിനരികിൽ തന്നെയുള്ള സുബിൻ ഏലിയാസ് ജസ്റ്റിൻ ഈ പൾസർ ബൈക്കിൻ്റെ പിന്നിലിരിക്കുന്നത് 220 ആണ് പൾസറിൻ്റെ. അത്യാവശ്യം ആ കാലഘട്ടത്തിൽ വളരെ വേഗതയിൽ ഓടിക്കാൻ പറ്റുന്ന, ക്യൂബിക് കപ്പാസിറ്റി നോക്കുമ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോകുന്നൊരു 2 വീലറാണ് ഇത്. ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസ് സ്റ്റോപ്പിന് അരികിലെത്തിയപ്പോൾ ഈ വാഹനത്തെ പിന്തുടർന്നെത്തുന്ന ടാറ്റയുടെ ഒരു മിനി ലോറി, ക്രീം കളറായിരുന്നു ഈ വാഹനത്തിന്. ഈ വാഹനത്തിൻ്റെ പേരാണ് ആലിം. ആലിം എന്നായിരുന്നു ഈ വാഹനത്തിൻ്റെ ഈ ടാറ്റയുടെ മിനി ലോറിയുടെ പേര്. ഈ മിനി ലോറി സാധാരണ നമ്മുടെ ഈ മണ്ണൊക്കെ കൊണ്ടുപോകുമല്ലോ, മണ്ണെടുക്കുന്ന വണ്ടി, ടിപ്പറൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് മണ്ണെടുക്കാൻ ഉപയോഗിച്ചിരുന്നത് ഈ ടാറ്റയുടെ മിനി ലോറിയായിരുന്നു. ആലിം എന്ന് പറയുന്ന ഈ ലോറി ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസ് സ്റ്റോപ്പിന് അരികിലെത്തിയപ്പോൾ ഈ പൾസർ 220യുടെ ബാക്കിൽ ഇടിക്കുന്നു. ഈ വാഹനം, അതായത് ഈ പൾസർ 220 വലതു ഭാഗത്തേക്ക് ഇടിച്ചു കയറുന്നു. ഈ വാഹനത്തിന് കാര്യമായ തകരാറ് ഈ കറുത്ത പൾസറിനന്ന് ഏറ്റില്ല. പിൻഭാഗം മാത്രമാണ് വാഹനത്തിന് ചെറിയൊരു തകരാറെങ്കിലും സംഭവിച്ചത്. പിന്നീട് അതിൻ്റെ വൈസറൊക്കെ ചെറുതായിട്ട് ഒരയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയൊരു തട്ട്. വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ ദിശ തെറ്റിക്കാൻ അത്രമാത്രം മതി. പക്ഷേ വലത്തേക്ക് വാഹനം പോയപ്പോൾ ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരും വീണത് ഇടത്തേക്കായിരുന്നു. അതായത് ഈ സുബിൻ ഏലിയാസ് ജസ്റ്റിൻ, ജോൺസൺ ഓടിച്ചിരുന്ന ജോൺസണും സുബിൻ ഏലിയാസ് ജസ്റ്റിനും 2 പേരും ഇടത്തേക്ക് വീണു. ഈ 2 പേരുടെയും മുകളിലൂടെ ഈ ടാറ്റയുടെ മിനി ലോറിയുടെ ചക്രങ്ങൾ കയറി ഇറങ്ങി. സ്ഥലത്ത് വെച്ച് തന്നെ, സ്പോട്ടിൽ വെച്ച് തന്നെ 2 പേരുടെയും മരണം സംഭവിച്ചു. അവിടെ നിന്നും പാഞ്ഞു പോകുന്ന ഈ വാഹനം 3 വാഹനങ്ങളിൽ ഇടിച്ചു. ഒടുവിൽ ഈ വാഹനത്തെ നാട്ടുകാർ സംഘം ചേർന്ന് ഈ മിനി ലോറിയെ പിടികൂടി. മിനി ലോറിയുടെ ഡ്രൈവറായിട്ടിരുന്നത് ഷിബു, ചേർത്തല സ്വദേശിയാണ് ഈ ഷിബുവിനെ ഇവർ പിടികൂടി പോലീസിന് കൈമാറുകയാണ്. അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഇനി ഈ പൾസർ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഈ പറയുന്ന സുബിനും ജോൺസണും എന്തിനു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെയിന്റ് പണിക്ക് പോയിരിക്കുകയായിരുന്നു അർത്തുങ്കലിൽ പെയിന്റ് പണി കഴിഞ്ഞ് പെയിന്റ് പണിയുടെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സുബിനെ കാര്യമായി ചോദ്യം ചെയ്തു. ആദ്യത്തെ സംശയം പോലീസിന് സ്വാഭാവികമായി ഉണ്ടാകുന്നത് റോഡ് അപകടം, ഡ്രൈവർക്കുണ്ടായ പരിഭ്രാന്തി, നാട്ടുകാർ മർദ്ദിക്കുമോ എന്നുള്ള ഭയത്താൽ ഓടിച്ചുപോയി സാധാരണ സംഭവിക്കുന്നതാണല്ലോ എന്നുള്ളതായിരുന്നു പോലീസിനുണ്ടായ സംശയം. പക്ഷേ ആ സമയത്ത് ഒരു കോൾ വന്നു. വിളിച്ചത് പോൾസൺ എന്ന് പറയുന്ന ആളായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കവേ പോൾസൺ എന്ന പ്രതി, ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള പോൾസൺ ഷിബുവിനെ ഫോണിൽ വിളിക്കുകയും ഷിബുവിനോട് എന്തായി എന്ന് ചോദിക്കുകയും ചെയ്തു. അതിൽ പോലീസിന് സംശയം തോന്നി. പിന്നീട് അങ്ങോട്ട് പോലീസ് ഈ പറയുന്ന ഷിബുവിൻ്റെ ഫോണും പോൾസന്റെ ഫോണും തമ്മിലുള്ള കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ സംശയകരമായ ഒട്ടനവധി കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ടാവുകയുണ്ടായി. ഈ പറയുന്ന ഷിബുവിന് എന്തിന് ഈ പറയുന്ന തീരദേശ റോഡിൽ വന്നു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. കൊലപാതകമാണെന്ന് പോലീസിന് അതോടുകൂടി ബോധ്യപ്പെട്ടു. പോൾസന്റെ സഹോദരൻ ടാലിഷും 2 പേരും ഒളിവിൽ പോയി.
അവർ ഒളിവിൽ പോയി എന്ന് മനസ്സിലായതോടുകൂടി കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. രണ്ടുപേരും തമിഴ്നാട് അതിർത്തി വരെ പോയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ ടവർ ലൊക്കേഷൻ കിട്ടുന്നില്ല. കൊല്ലം ജില്ല വഴിയാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് അന്ന് കടന്നത്. അതിനുശേഷം ഇവരുടെ ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ പോലീസിന്റെ അന്വേഷണം ഇങ്ങനെ വ്യാപിപ്പിക്കുന്നതിനിടെ ഇവർ മാത്രമല്ല ഒളിവിൽ പോയിരിക്കുന്നത്, പിന്നെയും ആളുകൾ ഒളിവിൽ പോയിരിക്കുന്നു. പിന്നെ പോയിരിക്കുന്ന ആളുകളാണ് ഒന്ന് അജേഷ്, വിജേഷ്, രണ്ട് സഹോദരങ്ങളാണ്. ഈ കേസിന്റെ ഒരു പ്രത്യേകത അതാണ്. രണ്ട് കുടുംബത്തിലെ രണ്ട് സഹോദരങ്ങൾ ഈ കേസിൽ ഉൾപ്പെട്ടു. ഒന്ന് ടാലിഷും, പോൾസണും ടാലിഷും, രണ്ട് അജേഷും വിജേഷും. ഇവർ രണ്ടുപേരും അനിയൻ ചേട്ടന്മാരാണ് ഈ രണ്ട് കൂട്ടത്തിലും നോക്കുമ്പോൾ. ഇതിന്റെ നടുക്കിരിക്കുന്ന ആളാണ് ഷിബു. തമിഴ്നാട്ടിലേക്ക് പോകാൻ ഇവരെ സഹായിച്ചവരാണ് ഒന്ന് ബിജിലാൽ, പിന്നെ അനിൽകുമാർ, സനൽകുമാർ, ഇത്രയും പേര്. പോലീസ് ഒരാഴ്ചയോളം സമയമെടുത്തു ഇവരെ പിടികൂടാൻ. പോലീസ് ഇവരുടെ അടുത്ത ബന്ധുക്കളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. കസ്റ്റഡി, ഔദ്യോഗികമായ കസ്റ്റഡിയല്ല, അനൗദ്യോഗികമായിട്ടുള്ള പോലീസിന്റെ ഒരു രീതി, പോലീസിന്റെ സമ്മർദ്ദം. അതോടുകൂടി പ്രതികൾ തമിഴ്നാട്ടിൽ നിന്നും പുറത്തിയാടി. പോലീസിന് മുമ്പാകെ പ്രതികൾ കീഴടങ്ങി. ആരൊളിപ്പിച്ചു? ആരാണ് നിങ്ങളെ രക്ഷപ്പെടാൻ സഹായിച്ചത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞ ബിജിലാലും അൽകുമാറും സനൽകുമാറും. അങ്ങനെ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഈ കേസിലെ പ്രതികളിൽ ഈ മുഖ്യപ്രതികളായിട്ടുള്ള പോൾസൺ ടാലിഷിൽ രണ്ടുപേരിൽ ഒരാളുടെ വിവാഹം, അതായത് വരുന്ന വിവാഹ ആലോചനകൾ തുടർച്ചയായി ജോൺസൺ മുടക്കുന്നു. ഇതാണ് മോട്ടീവ്. കൊലപാതകത്തിന്റെ മോട്ടീവ് ഇതായിരുന്നു. ഈ കാരണം കൊണ്ടാണ് പ്രതികൾ ഈ പറയുന്ന ജോൺസണിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ സുബിൻ എന്താ പറയാ, അൺഫോർച്ചുനേറ്റ്ലി പെട്ടുപോയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സുബിൻ. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വാഹനത്തിന്റെ പിന്നിൽ ഇരുന്നു എന്ന് മാത്രം ഒരു തെറ്റ് മാത്രമാണ് 27 വയസ്സ് മാത്രം അന്ന് പ്രായമുണ്ടായിരുന്ന സുബിൻ ഇവരോട് ചെയ്ത ഏക തെറ്റ്. നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ കൂടി അവർ കൊന്നുകളഞ്ഞു, ഇരയായി. ഈ പറയുന്ന മറ്റയാളും തെറ്റുകാരെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇവരുടെ ഊഹമാണല്ലോ, നാട്ടുമ്പുറത്തെ ഓരോ കഥയാണ്. കല്യാണം മുടങ്ങി കഴിയുമ്പോൾ അവര് മുടക്കി എന്നൊക്കെ ഒരു ആരെങ്കിലും ഒരാൾ പടച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പുറകെയാണ് ചിന്ത മുഴുവൻ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന സുബിൻ അതിൽ പെട്ടുപോകുന്നത്. കേസ് വളരെ കാര്യമായി പോലീസ് കൈകാര്യം ചെയ്തു. കുറ്റപത്രം അധികം വൈകാതെ തന്നെ സമർപ്പിച്ചു. വളരെ വേഗത്തിലായിരുന്നു, ഫാസ്റ്റായിട്ടാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. കാരണം വിവാദമാണ്. 2015 വളരെ വിവാദമുണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ്. കാരണം അറിയാലോ, ഞാൻ ആദ്യമേ പറഞ്ഞു, കണിച്ചിക്കുളങ്ങര കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള കൊലപാതകമാണ് ഈ ഒറ്റമശ്ശേരി കൊലപാതകം എന്ന രീതിയിൽ അന്ന് വലിയ വാർത്തകൾ വന്നതോടുകൂടി സമ്മർദ്ദം പോലീസ് ഉണ്ടാകുകയും ആലപ്പുഴ SP ഉടനടി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൊടുക്കുകയും ചെയ്തു. കേസ് അഡീഷണൽ സെഷൻസ് കോടതി ആലപ്പുഴ, നേരെ ആലപ്പുഴയിലേക്കാണ്. അഡീഷണൽ സെഷൻസ് കോടതിയിൽ കൊലപാതകമാണല്ലോ, സെഷൻസിലേക്കാണ് വിസ്താരം വരുന്നത്. പ്രോസിക്യൂട്ടർ PP ഗീത വളരെ ഹിസ്റ്ററിയുള്ള പ്രോസിക്യൂട്ടറാണ്. അവർ വാദിച്ച, അതായത് അവർ 2017 ജാനുവരി 1-ാം തീയതിയാണ് അവർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ APP ആയിട്ട് ചുമതല ഏൽക്കുന്നത്. അന്നു മുതൽ ഈ കേസിന്റെ വിധി വരെ അവർ വാദിച്ച 7 കേസുകളിലും ജീവപര്യന്തം അവർ മേടിച്ചു കൊടുത്തു. ഒരൊറ്റ കേസിൽ പോലും ഈ അവലൂർക്കുന്ന് സ്വദേശിയായിട്ടുള്ള PP ഗീത എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ അതുവരെ പരാജയപ്പെട്ടില്ല. അത്രയും ട്രാക്ക് റെക്കോർഡുള്ള ഒരു പ്രോസിക്യൂട്ടറുടെ മുമ്പാകെയാണ് ഈ കേസ് എത്തിയത്. പ്രതിഭാഗം വലിയ വാദമുയർത്തി. അപകട മരണം, വാഹനാപകടത്തിൽ അനാവശ്യമായി പോലീസ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരെ കേസിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ PP ഗീത അത് പൂർണ്ണമായി പൊളിച്ചു കളഞ്ഞു. പിന്നെ ഒരു വനിതാ ജഡ്ജിയാണ് ഈ കേസ് കേട്ടത്. CN സീതയായിരുന്നു അന്ന് ജഡ്ജിയായി അഡീഷണൽ കോടതിയിൽ, സെഷൻസ് കോടതിയിൽ ഉണ്ടായിരുന്നത്. എല്ലാത്തിനും ജീവപര്യന്തം വിധിച്ചു കൊടുത്തു. 3 പേരെ മാത്രം വെറുതെ വിട്ടു. അതായത് ഒളിവിൽ പോകാൻ സഹായിച്ച ബിജിലാല്, അനിൽകുമാർ, സനൽകുമാർ, 3 പേരെയും വെറുതെ വിട്ടു. ബാക്കി എല്ലാവർക്കും ജീവപര്യന്തം. ഒരാളെന്നില്ലാതെ എല്ലാത്തിനെയും ജീവപര്യന്തത്തിൽ ഈ CN സീത വിധിച്ചു. അപകടമരണം, ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് പ്രതികൾക്ക് ലഭിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും റോഡിൽ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപകടമരണം ഉണ്ടാക്കിയെടുക്കാൻ അതൊരു കാരണമായി മാറും. അത്
ഒരു പ്രചോദനം ചെയ്യുമെന്നും ഉം. കണിച്ചിക്കുളങ്ങര കൊലപാതകത്തിൽ പ്രതികൾ പിടിക്കപ്പെട്ടെങ്കിൽ പോലും ഈ പ്രതികൾ അതേ കാര്യം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ ഉം. ഇത് നല്ലൊരു വഴിയാണെന്ന് പ്രതികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടും ഗൂഢാലോചന വാഹനത്തെ മാരകായുധം എന്നാണ് കോടതി കണ്ടെത്തിയത്. ഉം. കോടതി ഒരു വെപ്പണായിട്ട് ഈ വാഹനം ഈ മിനി ലോറി ടാറ്റയുടെ മിനി ലോറിയെ ഒരു വെപ്പണായി കരുതിക്കൊണ്ട് ഉം. ഗൂഢാലോചന നടത്തി, ഗുരുതരമായ ഗൂഢാലോചന നടത്തി ഉം. മാരകായുധം കൊണ്ട് ആസൂത്രിതമായി 2 പേരെ കൊലപ്പെടുത്തി. അതിൽ ഒരാൾ പ്രതികൾക്ക് മുൻ പരിചയമോ മുൻ വൈരാഗ്യമോ ഇല്ലെന്നിരിക്കെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ കൂടി എടുത്തത് എന്ന് കണ്ടുകൊണ്ടാണ് കോടതി ഉം. ജീവപര്യന്തം കൊടുത്തത്. ജീവപര്യന്തം കിട്ടിയ പ്രതികൾ 2019 തന്നെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയക്കപ്പെട്ടു. ഉം. കേസ് ഇനി മുകളിലോട്ട് പോയാലും ഈ പറയുന്ന മെയിൻ പ്രതികളൊക്കെ തന്നെ ബുദ്ധിമുട്ടും. ഉം. ബാക്കിയുള്ളവർ സഹായികളായി നിന്നവർ പോൾസനോട് സൗഹൃദം സ്ഥാപിച്ചു എന്നുള്ളതാണ് മാത്രമാണ് അജേഷും വിജേഷും ചെയ്തിട്ടുള്ള ഉം. തെറ്റ്. ഒപ്പം ഗൂഢാലോചനയിൽ പങ്കാളിയായി. ഉം. ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ ഒട്ടനവധി വാഹനാപകടങ്ങൾ നടക്കാറുണ്ട്. ആലപ്പുഴ ജില്ല അറിയാമല്ലോ, ഉം. നമ്മുടെ കരുനാഗപ്പള്ളിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ ആലപ്പുഴയാണ്. ആലപ്പുഴ ഇങ്ങനെ കയറി വരികയാണ്. ദേശീയപാതയിൽ ഒട്ടനവധി അപകടങ്ങൾ നടക്കാറുണ്ട്. ഉം. ചില വാഹനാപകടങ്ങളിലൊക്കെ തന്നെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അതെ, അത് തെളിയിക്കുന്ന ഒന്നാണ്. ഒരേ ജില്ലയിൽ തന്നെ കണിച്ചിക്കുളങ്ങര ഒരു പാടമായിട്ട് കൂടി അതിൽ പ്രതികളെല്ലാം പിടിക്കപ്പെട്ടിട്ട് കൂടി അവരുടെ സമ്പത്ത് മുഴുവൻ നശിച്ച് ഒരു പ്രതിയുടെ ഭാര്യ വരെ വേറെ കല്യാണം കഴിച്ച് പോയതാണ്. വേറൊരാളുടെ കൂടെ ജീവിക്കുകയാണ് അവർ. അത്തരത്തിൽ ജീവിതം മുഴുവൻ നശിച്ചു പോയ കാര്യങ്ങളൊക്കെ അറിയാമായി അങ്ങനെ അറിഞ്ഞിട്ട് പോലും ഒരു കൊലപാതകം കൂടി നടത്തിയെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന വാഹനാപകടങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. അതെ, ശരി.